ഇപ്പോൾ നിങ്ങൾ ആപ്പിൾ ഐഫോൺ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഐക്കൺസ് അതുപോലെ തന്നെ ടെക്സ്റ്റ് ഇതൊക്കെ കുറച്ച് ചെറുതായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഒന്ന് സൂം ആക്കാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ സൂം എന്നുള്ള ഫീച്ചർ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും, ഡിഫോൾട്ടും അതുപോലെ തന്നെ ലാർജ് ടെക്സ്റ്റും. ഇപ്പം ഡിഫോൾട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും കുറച്ചൊന്ന് സൂം കുറഞ്ഞ രീതിയിലായിരിക്കും കാണാൻ പറ്റുക. അല്ലാതെ നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ രീതിയിലേക്കാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ലാർജ് ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ മുകളിൽ ഡൺ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ സേവ് ആവുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇത് കുറച്ച് സൂം ആയതുപോലെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് ഡിഫോൾട്ടാണ്. അപ്പോൾ ഞാൻ ഡിഫോൾട്ട് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഡണ്ണിൽ ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് യൂസ് സ്റ്റാൻഡേർഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാണ്. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻ ഒന്ന് ഡിം ആവുന്നതായിരിക്കും. അതിനുശേഷം ഫുള്ള് പഴയ രീതിയിലോട്ട് വരുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആപ്പിൾ ഐഫോൺസിൽ ഡിസ്പ്ലേ സൂം സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.